പൊന്നം ഏഴരക്കണ്ടത്തിൽ പൊന്നിത്തങ്കത്തിന് തുടക്കമായി. മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്തു. വടക്കൻപാട്ടിലെ ധീരയോദ്ധാക്കളായ കതിരൂർ ഗുരുക്കളും തച്ചുളി ഉദയനനും അംഗം വെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പുല്യോടി പാട്ടിൻ ഗോപാലൻ സ്മാരക വായനശാല എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്നം ഏഴരക്കണ്ടത്തിൽ നടക്കുന്ന പൊന്നിത്തങ്കത്തിന് തിരിതെളിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്തു. കളരിപ്പാറ്റ് ഒരു കാലഘട്ടത്തെ സ്മരിക്കുന്ന ആയോധന കലയാണെന്നും പുതിയ തലമുറയിലേക്ക് അതിന്റെ ചരിത്രവും സംസ്കാരവും വളർത്തിയെടുക്കാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ആയോധന കലയാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന, ഒരു സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി നമുക്കറിയാം. ഈ കല ഞാൻ മനസ്സിലാക്കിയത്തോളം വളരെ അപകടകരമായിട്ടുള്ള ഒരു കല തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയും അതേപോലെ തന്നെ വളരെ ചടുലമായും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു കല തന്നെയാണ് കളരി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്പീക്കർ അഡ്വക്കേറ്റ് എ.എൻ. ഷംസീർ മുഖ്യാതിഥിയായി. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന അംഗമായി പൊന്നിത്തങ്കം മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു. കതിരൂരിൽ മാത്രമല്ല, കേരളത്തിന്റെ ആവശ്യമാണ്. ഈ അക്കാദമി സ്ഥാപിക്കപ്പെടുമ്പോൾ കതിരൂർ പഞ്ചായത്ത് ലോകകൂടത്തിൽ വരും. കതിരൂരിനോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ചമ്പാട്, പന്നിയൂർ പഞ്ചായത്ത് പൂർവ്വഭാഗം ഷെയർ ചെയ്യുന്ന പള്ളൂർ ഉൾപ്പെടെ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗം അതിവേഗത്തിൽ വികസിച്ചു വരും. അതുകൊണ്ട് അക്കാദമിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ പി. സനിൽ അങ്കത്തട്ടിൽ കൊടിയുയർത്തി. ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ.എസ്. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 27 വരെയാണ് ഏഴരക്കണ്ടത്തിൽ വെച്ച് പൊന്നിത്തങ്കം നടക്കുന്നത്. 25-ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കും. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട പൊന്നിത്തങ്കം ആയോധന കലാ പൈതൃകോത്സവവും നാടൻ കലകളുടെ സംഗമവുമാണ്. വടക്കൻപാട്ടിലെ ധീരയോദ്ധാക്കളായ കതിരൂർ ഗുരുക്കളും തച്ചോളി ഉദയനും അംഗം വെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അങ്കത്തട്ടിൽ വിസ്മയം തീർക്കും. കേരളത്തിനപ്പുറവും ഇന്ത്യക്കപ്പുറവുമുള്ള ആയിരക്കണക്കിന് കാഴ്ചക്കാരാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. എ.വി. അജയകുമാർ, ടി. റംല, പി.വി. ലവ്ലിൻ, എൻ.പി. വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അങ്കത്തട്ടിൽ ഗജനാഗ കളരി, ഗുരുകുലം കളരി, KPCGM കളരി, ചൂരക്കൊടി കളരി എന്നിവർ കളരിപ്പറ്റ് അവതരിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് എരഞ്ഞോളി മൂസ അനുസ്മരണം നടക്കും. VKM കളരി പൊന്നാനി, ദുബായ് കളരി, ഏകവീര കളരി ആലപ്പുഴ എന്നിവർ കളരിപ്പറ്റ് അവതരിപ്പിക്കും. ഉസ്താദ് ഡോക്ടർ ഹസൻ ഭായിയുടെ ഷഹനായി കച്ചേരിയും അരങ്ങേറും. പൊന്നിത്തങ്കത്തിന്റെ ഭാഗമായി പാരമ്പര്യ കളരി മർമ്മ ചികിത്സാ പ്രദർശനവും വിദേശ രാജ്യങ്ങളിലെ ഭക്ഷണശാല ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.